നമസ്കാരം. പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ട ഒരു പഴമൊഴിയുണ്ട്. നായയുടെ വാൽ പന്തീരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും നീളില്ല എന്ന്. കേരളത്തിലെ സഖാക്കന്മാരുടെ കാര്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എത്ര നാണം കിട്ടാലും എത്ര തന്നെ ചോദ്യം ചെയ്യപ്പെട്ടാലും താങ്കൾ പറയുന്നത് തെറ്റാണെന്ന തെളിവ് സഹിതം വ്യക്തമാക്കി കൊടുത്താലും അതൊന്നും അംഗീകരിക്കാനോ തെറ്റുതിരുത്താനോ ഈ സഖാക്കന്മാർ ശ്രമിക്കാറില്ല, തയ്യാറാകാറില്ല. അത്തരത്തിലുള്ള അന്തം കമ്മികളുടെ ലീഡറായി മാറിക്കൊണ്ടിരിക്കുകയാണ് സഖാവ് ചിന്താ ജെറോം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ അത്യാവശ്യത്തിന് പോലും മരുന്ന് പോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐക്കാർ എന്ന് പറഞ്ഞ് വിശദീകരണം നൽകുകയും ചിന്താ ജെറോമിന്റെ മറുപടി ചീഞ്ഞളിയുകയും ചെയ്തത് നാം എല്ലാം കണ്ടു. എന്നിട്ടും ചിന്താ ജെറോമിന് മതിയായിട്ടില്ല. ഇപ്പോൾ അതിന്റെ കണക്കുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കക്ഷി. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം പദ്ധതിയായ ഹൃദയസ്പർശം കൊല്ലത്ത് 8ാം വർഷത്തേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കണക്കിന്റെ വിശദീകരണം. 2055 ദിവസങ്ങൾ കൊണ്ട് 54 ലക്ഷം പൊതിച്ചോറുകൾ വിതരണം ചെയ്തു എന്നാണ് ഡിവൈഎഫ്ഐ അറിയിക്കുന്നത്, അല്ലെങ്കിൽ അവകാശപ്പെടുന്നത്. ഇതനുസരിച്ച് ദിവസം ശരാശരി 2000 പൊതിച്ചോറ് എന്ന നിലയിൽ ഡിവൈഎഫ്ഐ സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നുവെന്ന് ചിന്താ ജെറോം അവകാശപ്പെടുന്നു. കഴിഞ്ഞ 7 വർഷമായി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറുകൾ വിതരണം ചെയ്ത ഡിവൈഎഫ്ഐ എന്ന 4 അക്ഷരം ഈ നാടിന്റെ സ്നേഹമായി മാറിയെന്നാണ് ചിന്താ ജെറോമിന്റെ വിശദീകരണം. ജില്ലാ ആശുപത്രിയിലേക്ക് പൊതിച്ചോറ് എന്ന ആശയവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീടുകളിൽ എത്തുമ്പോൾ കുടുംബങ്ങൾ ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ആവശ്യപ്പെടുന്നതിലും കൂടുതൽ പൊതിച്ചോറുകൾ തയ്യാറാക്കി കാത്തിരിക്കുന്നുണ്ട് എന്നും ഡിവൈഎഫ്ഐയുടെ മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച അടയാളപ്പെടുത്തലായി ഈ പൊതിച്ചോറ് വിതരണം മാറുന്നുവെന്നും ചിന്താ ജെറോം പറഞ്ഞു. എതിർ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ പോലും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം നോക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് കണ്ടുപഠിക്കുന്നുണ്ട് എന്നും യുവജന പ്രവർത്തകരോട് ചിന്താ ജെറോം പറയുകയുണ്ടായി. വിനയത്തോടെ ഡിവൈഎഫ്ഐ ഈ സ്നേഹം ഏറ്റുവാങ്ങുന്നുവെന്നാണ് ചിന്താ ജെറോം പറയുന്നത്. അത് മാത്രമല്ല, രക്തത്തിന്റെ ആവശ്യം വരുമ്പോൾ അത് നൽകുന്ന ഡിവൈഎഫ്ഐക്കാരും അതേപോലെ തന്നെ ആംബുലൻസ് സംവിധാനം വേണ്ട സമയത്ത് ആംബുലൻസ് കൃത്യമായി എത്തിക്കുന്ന ഡിവൈഎഫ്ഐക്കാരുമെല്ലാം രോഗികൾക്കൊപ്പമെന്നാണ് ചിന്താ ജെറോം പറയുന്നത്. മറ്റൊന്നും ആഗ്രഹിച്ചതല്ല ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചിന്താ ജെറോം പറയുകയാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ കണക്കുകളെല്ലാം പുറത്തുവിട്ടത് എന്നൊരു ചോദ്യമുണ്ട്. ജനങ്ങളുടെ പുഞ്ചിരി മാത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും 7 വർഷമായി ഈ സംരംഭം തുടങ്ങിയിട്ടുണ്ട് എന്നും ചിന്താ ജെറോം പറയുകയുണ്ടായി. എന്നാൽ ചിന്ത ചേച്ചി പറഞ്ഞ ഈ കണക്ക് കൊണ്ട് മരുന്നില്ലാത്തവർക്ക് എന്ത് പ്രയോജനം എന്ന ചോദ്യം വീണ്ടും ജനങ്ങൾ ചോദിച്ചു പോകുകയാണ്. മരുന്നിന് പകരം പൊതിച്ചോറ് നൽകിയാൽ മതിയാകുമോ എന്നതാണ് ചോദ്യം. അത് മാത്രവുമല്ല, ഈ പൊതിച്ചോറിന്റെ വീമ്പ് പറയുമ്പോൾ അതിലുള്ള ഫണ്ട് പാർട്ടിയല്ലല്ലോ നൽകുന്നത് എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവർക്കല്ലേ എന്ന് കരുതി പാർട്ടി നോക്കാതെ പൊതിച്ചോറ് നൽകുന്നവരാണ് ഇക്കൂട്ടത്തിലുള്ളത്. അക്കൂട്ടത്തിൽ കോൺഗ്രസുകാരുണ്ടാകാം, മുസ്ലിംകാരുണ്ടാകാം, BJP ഉണ്ടാകാം, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് നൽകുന്ന പൊതിച്ചോറാണ് ആശുപത്രികളിൽ ഒരു വണ്ടി വിളിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ എത്തിക്കുന്നത്. അവർ എത്തിക്കുന്നുണ്ട്, അത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു മുൻകൈ അവർ എടുത്തു, തെറ്റ് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ പൊതിച്ചോറിന്റെ വീമ്പ് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ ഇത്തരത്തിൽ കണക്കുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് വിശദീകരിക്കുമ്പോൾ ഇതിൽ ഡിവൈഎഫ്ഐയുടെ റോൾ എന്താണെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്.